Kalil Alpam Karyam Season 2 powered by Willy by Toothpaste in association with Laza Ice Creams, ICL FinCorp and Dhanalakshmi Bank. നമ്മുടെ 2D സമ്മർ ക്യാമ്പിൻ്റെ ഓൾമോസ്റ്റ് അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആൻഡ് ദിസ് സെഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. ആരാ വന്നിരിക്കണേ? കേട്ടില്ലേ ഉറക്കെ? രചന നാരായണൻ കുട്ടി. യെസ്, വി ഹാവ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ആർട്ടിസ്റ്റ് രചന ചേച്ചി ഓൺ സ്റ്റേജ്. നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് മീറ്റ് എ സ്റ്റാർ എന്നുള്ള സെഷനാണ് കേട്ടോ. കുട്ടികളുമായിട്ട് സംസാരിക്കാനും കുറച്ച് നേരം നിങ്ങളൊക്കെയായിട്ട് അടിച്ചു പൊളിക്കാനും ആയിട്ട് ഇന്ന് നമ്മുടെ കളിയിൽ അല്പം കാര്യം സമ്മർ ക്യാമ്പിൻ്റെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് ടെലിവിഷൻ പരിപാടികളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും നമുക്കൊക്കെ ഏറെ സുപരിചിതയായിട്ടുള്ള ശ്രീമതി രചന നാരായണൻകുട്ടിയാണ്. തൃശ്ശൂർ സ്വദേശിനിയായിട്ടുള്ള രചന ചേച്ചി, എനിക്ക് രചന ചേച്ചി എന്ന് പറയാനാണ് ഇഷ്ടം. തൃശ്ശൂർ സ്വദേശിനിയായിട്ടുള്ള രചന ചേച്ചി ഒരു ചലച്ചിത്ര ടെലിവിഷൻ താരം എന്നതിലുപരി വെരി സെലിബ്രേറ്റഡ് വെരി ബ്യൂട്ടിഫുൾ ഡാൻസറാണ്. ചേച്ചിയുടെ ഡാൻസ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മളെല്ലാവരും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒത്തിരി ഷോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചേച്ചിയുടെ ഡാൻസിൻ്റെ കട്ട ഫാനാണ്. ഐ ലവ് യുവർ ഡാൻസസ്, വി ഓൾ ലവ് യുവർ ഡാൻസസ്. ആൻഡ് വിദ്യാഭ്യാസത്തിന് ശേഷം റേഡിയോ മാംഗോയിൽ ആർജയായി തൻ്റെ കലാജീവിതം ആരംഭിച്ച രചന ചേച്ചി 2001 തീർത്ഥാടനം എന്ന ചിത്രത്തിലൂടെ തൻ്റെ അഭിനയ കരിയർ ആരംഭിച്ചു. സിനിമയ്ക്കൊപ്പം തന്നെ ടെലിവിഷൻ മേഖലയിലും ശ്രദ്ധ പതിപ്പിച്ച രചന ചേച്ചി കോമഡി ഫെസ്റ്റിവൽ എന്ന കോമഡി ഷോയുടെ അവതാരികയായി, പിന്നീട് കോമഡി എക്സ്പ്രസ് പോലുള്ള റിയാലിറ്റി ഷോയിൽ ജഡ്ജായും പ്രവർത്തിക്കുകയുണ്ടായി. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള ബഹുമുഖ പ്രതിഭ ശ്രീമതി രചന നാരായണൻകുട്ടി നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹാർട്ടി വെൽക്കം മാം. അതിനോടൊപ്പം തന്നെ മാമിനെ പൊന്നാടി അണിയിക്കാനായിട്ട് അമൃത TV ക്രിയേറ്റീവ് ഹെഡ് ശ്രീമതി സിന്ധു മോഹൻ മാമിനെയും മൊമെൻ്റോ നൽകാനായി അമൃത TV മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് അസിസ്റ്റന്റ് മാനേജർ ശ്രീമതി ഗോപിക പുരുഷോത്തമ മാമിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. ഹലോ, നമസ്കാരം. ഓക്കെ, ശരി. സദ്ഗുരുഭ്യോ നമഃ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സാധാരണഗതിയിൽ നമ്മളൊരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു പോകുമ്പോഴാണ് ഇതുപോലെ സമ്മാനമൊക്കെ തരിക. ഇതിപ്പോൾ പ്രോഗ്രാമിന് മുമ്പേ സമ്മാനം തന്ന അമൃത TVയോട് ഒരുപാട് സ്നേഹം. സിന്ധു മാം, താങ്ക് യു സോ മച്ച് ഫോർ ദ വാം വെൽക്കം. ആൻഡ് അമൃത TV എപ്പോഴും ഒരു ഫേവറേറ്റ് പ്ലേസാണ്. ഞാൻ പല പ്രോഗ്രാംസും അമൃത TVക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം. ആൻഡ് അതിലുപരിയായിട്ട് ഞാൻ താഴേക്ക് വരാം അല്ലേ. എന്തൊക്കെ പഠിച്ചു? മാജിക് പഠിച്ചോ? പിന്നെ യോഗ പഠിച്ചു, സൂംബ പഠിച്ചു, ഓക്കെ. കളരി, ആക്ടിങ് പഠിച്ചു, ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, ക്വിസ് ചെയ്തു, ഓക്കെ. ഫിസിക്കൽ ട്രെയിനിങ്, ഫിസിക്കൽ ട്രെയിനിങ് ചെയ്തു. ദെൻ ഇതെന്നൊക്കെ നിങ്ങൾ എന്താ പഠിച്ചേ? ഒരു ഗ്രൂപ്പ് ആവാൻ പഠിച്ചോ? ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ പഠിച്ചോ? ഒരേ ചിന്തകളാവാൻ പറ്റിയോ? അതുതന്നെയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ഒരു സന്തോഷം എന്ന് പറയുന്നത് അല്ലേ. ഇവിടുന്ന് കുറേ പുതിയ കൂട്ടുകാരെ കിട്ടിയോ? ഈ കൂട്ടുകെട്ട് എന്നുണ്ടാവോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ ഇടയിലൊക്കെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് പ്രസംഗിച്ച് എന്താ പറയുക, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിഞ്ചടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കണില്ല. ഞാൻ ഒരു സ്കിബിഡി ആവാനും ഞാൻ ശ്രമിക്കണില്ല. പക്ഷേ ലെറ്റ്സ് ടോക്ക് സംതിങ് വെരി റിയൽ. ഉള്ള കാര്യങ്ങൾ സംസാരിക്കാം. എന്തെങ്കിലും എന്നെ പറ്റി അറിയണം എന്നുണ്ടോ? തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നെ പറ്റി അങ്ങനെ അറിയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. എനിക്ക് പക്ഷെ നിങ്ങളെ പറ്റി അറിയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ബിക്കോസ് യു ആർ ദ ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റില്ല, യു ആർ ദ പ്രസൻറ്റ് ആൻഡ് യു ആർ ഫോളോയിങ് ദിസ് ബ്യൂട്ടിഫുൾ ട്രഡീഷൻ. നമ്മുടെ ഈ ഇന്നത്തെ ഈ ഭാരതത്തിലുള്ള ഒരുപാട് നല്ല ട്രഡീഷൻസൊക്കെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളാണ് ഇന്നിവിടെ അമൃത TVയുടെ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളെയൊക്കെ സെലക്ട് ചെയ്യാനും നിങ്ങളിവിടെ വരാനും ഒക്കെ കാരണമായിട്ടുള്ളത് അല്ലേ. സോ ഇതിൽ ആക്ടേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ?
യെസ്. ഇതിൽ ഓൾറെഡി ആക്ടേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? യു ആർ എൻ ആക്ടർ ആണോ? ഞാൻ മൂവിയാണോ ചെയ്തിട്ടുള്ളത്? ഏത് മൂവിയായിരുന്നു? കത്തനാറിൽ വരാൻ പോകുന്നുണ്ടോ? ഓ നൈസ്. എൻ്റെ അച്ഛൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് സിനിമയിലത്തെ. അപ്പം അച്ഛൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് ചെയ്ത് ഒരു സിനിമയിലത്തെ പാട്ടിൽ ഞാനുണ്ട്. എൻ്റെ പേര് മൻഹ. ഹിന്ദി ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞു. നെയിം കറക്റ്റ് അറിയില്ല. എൻ്റെ പേര് അഹാൻ. ഞാൻ ഹിന്ദി സിനിമയിൽ ആരംഭിച്ചത്. ബോളിവുഡ് സ്റ്റാർസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയണ്ടേ? ലെറ്റ്സ് ഗിവ് ദം എ ഗുഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. അവരുടെ ആ നേട്ടത്തിന് നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാണ്. മൂവി വരുമ്പോൾ ഞങ്ങളെ അറിയിക്കണം കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് അറിയിക്കണം. കത്തനാർ ഡെഫിനറ്റ്ലി ഞാൻ വാച്ച് ചെയ്യും. എൻ്റെ ഫ്രണ്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, ഡോക്ടർ ആർ രാമാനന്ദ്. അദ്ദേഹമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കണേ. ഹീസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈ. യെസ്, യു ഹാവ് ഓൾസോ ആക്റ്റഡ്. യാ, എനിക്ക് അടുത്ത മാസം ഒരു ഷോർട്ട് ഫിലിമിൽ റോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 അഭിനയിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിം. എൻ്റെ അനീറ്റി ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാ. അപ്പോൾ ഫുൾ ഫാമിലി സിനിമയാണ് അല്ലേ? ഫാമിലി സിനിമ, ഞാൻ സിനിമ, എൻ്റെ അച്ഛൻ സിനിമയിൽ അഭിനയിക്കുന്നു, അങ്ങനെയുള്ള ആളുകൾ. ശരിക്കും എന്താ ഈ സിനിമ തരണേ? ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് മീറ്റ് ദ സ്റ്റാർ എന്നാണ്. ശ്രദ്ധിച്ചോ നിങ്ങൾ? അറിയില്ല. മീറ്റ് ദ സ്റ്റാർ. സോ വൈ ആർ ദീസ് ആക്ടേഴ്സ് കോൾഡ് ആസ് സ്റ്റാർസ്? ആണോ ശരിക്കും? ആ മോള് പറഞ്ഞു അല്ല അല്ല. സ്റ്റാർസ് ആണോ? ആണോ? അതെന്താ? സ്റ്റാർ എവിടെയോ ദൂരെയല്ലേ, നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കാണാനേ പറ്റുള്ളൂ, കണ്ട് ഭംഗി ആസ്വദിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇവരെ എന്താ സ്റ്റാർസ് എന്ന് വിളിക്കണേ? ഡാൻസർ ആയോണ്ടാ? Am I twinkling like a star? Oh my God, that's a sweet compliment. Thank you, thank you, thank you so much. Celebrities, stars, screen light, അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരാളെ സ്റ്റാറെന്നോ സെലിബ്രിറ്റിന്നോ അങ്ങനെയൊക്കെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നത്. നമ്മൾ സാധാരണ എന്താ വിചാരിക്കുക? അവരൊരു ദൂരം, ഒരു കയ്യകലം ദൂരത്തിലാണ് എന്നാണ്. പക്ഷെ ഞാനാണോ ഇപ്പോൾ? ഐ എം സോ ക്ലോസ് ടു യു ആൻഡ് ഐ റിയലി ഡോണ്ട് വോണ്ട് ടു ബി കോൾഡ് ആസ് സ്റ്റാർ. ഞാൻ എവിടെയും ഞാൻ പറയാറില്ല എന്നെ സ്റ്റാർ എന്ന് വിളിക്കണം എന്ന്. ഞാൻ ഈ മീറ്റ് ദ സ്റ്റാർ എന്നുള്ള പ്രോഗ്രാമിൻ്റെ പേര് ഇതാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ആക്ച്വലി ഞാൻ നോട്ടീസ് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. ബിക്കോസ് ഐ നെവർ കൺസിഡേർഡ്, ഞാൻ എന്നെ ഒരു സ്റ്റാറായിട്ട് ഇന്നേ വരെ കണ്ടിട്ടില്ല. കാരണം സ്റ്റാറിന് നേരത്തെ പറഞ്ഞ പോലെ അവിടെയാ. I don't want to be that. I want to be with everyone and I want to know more about everyone's passion. എല്ലാവർക്കും എന്താ ഇഷ്ടപ്പെടണേ അതൊക്കെ അറിയാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയോ, അതായത് 2011 കാലഘട്ടത്തിലാണ് അഭിനയം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഞാൻ വരുന്നത്. ഓക്കെ, അഭിനയം മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ഡാൻസായിരുന്നു വിഷയം. ഇപ്പോഴും നൃത്തമാണ് എൻ്റെ വിഷയം. ഞാൻ മാസ്റ്റർ ഡിഗ്രി ചെയ്തത് കുച്ചിപ്പുടിയിലാണ്. ഒപ്പം മാസ്റ്റർ ഡിഗ്രി ചെയ്തത് ഇംഗ്ലീഷിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ബി.എഡ് ചെയ്തു. ബി.എഡ് ചെയ്തിട്ട് ഞാനൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. നോട്ട് ദെൻ, അതിനു മുമ്പ് ഒരു RJ ആയിരുന്നു. അതിനു മുമ്പ് ദുബായിൽ ഒരു റേഡിയോ ചാനലിൽ ഒരു RJ ആയിരുന്നു. അതിനു മുമ്പ് ആകാശവാണി. ഇപ്പം നമ്മളൊന്നും അങ്ങനെ കേൾക്കലില്ല അല്ലേ? പക്ഷെ സ്റ്റിൽ യു ആർ വെരി ഗുഡ്. ഞാൻ കേൾക്കലുണ്ട്. യെസ്, കേൾക്കുന്നുണ്ട്. ആകാശവാണി തൃശ്ശൂർ കേൾക്കലുണ്ട്, കാറിലെ റേഡിയോയിൽ കേൾക്കലുണ്ട്. വെരി ഗുഡ്. അങ്ങനെ ഒരു ആകാശവാണി റേഡിയോയിൽ ഒരു കാഷ്വൽ ആർട്ടിസ്റ്റായിരുന്നു. അതിനു മുമ്പ് എന്നെ പഠിപ്പിച്ച ആഷ് തൃശ്ശൂർ ജനാർദ്ദനൻ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാനൊരു ടീച്ചറായിട്ട്, ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പല 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 മേഖലകൾ, പല 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 വേഷങ്ങളൊക്കെ കെട്ടിയാടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കണത്.
ജനാർദ്ദനൻ സാറ് എന്നെ അരങ്ങേറ്റം കഴിപ്പിച്ച സാറാണ് ഭരതനാട്യത്തിൽ. ആ കണ്ടോ, ഞങ്ങൾ ഫാമിലിയായി. ജനാർദ്ദന മാഷ് അപ്പം നമ്മൾ ഒരേ മാഷിൻ്റെ സ്റ്റുഡൻസ് ആണല്ലോ. വാവ്, ദാറ്റ്സ് നൈസ്. മാഷ്ക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു അവാർഡ് കിട്ടി അല്ലേ? സംഗീത നാടക അക്കാദമിയുടെ ഗുരു പുരസ്കാരം മാഷ്ക്ക് കിട്ടി. മാഷ്ക്ക് വേണ്ടി ഞങ്ങളൊരു പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പോവാണ്. എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ദ ജേണി വാസ് വെരി ടഫ്. ഓക്കെ, ഒട്ടും ഈസി ആയിട്ടുള്ളൊരു യാത്രയായിരുന്നില്ല. പറയുമ്പോൾ നിങ്ങളെയൊക്കെ പോലെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്സും ഇത്തരത്തിലുള്ള ഇൻറ്ററാക്ഷൻസും ഒന്നും കിട്ടാനുള്ള യാതൊരു വകുപ്പും ഉണ്ടായിരുന്നില്ല ശരിക്കും പറയാച്ച. അപ്പോൾ എൻ്റെ അച്ഛൻ, എൻ്റെ പേരിൻ്റെ കൂടെയുള്ള വാലായിട്ടുള്ള നാരായണൻകുട്ടി, അച്ഛൻ ഒരു കലാ ആസ്വാദകനാണ്. അച്ഛന് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു കല, അതും ഡാൻസ്. ഇവിടെ ഡാൻസ് പഠിക്കണവർ എത്ര പേരുണ്ട്? ആഹാ, എത്ര പേർക്ക് ശരിക്കും ഇഷ്ടമുണ്ട് ഡാൻസ് ക്ലാസ്സിന് പോവാൻ? ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ് ഡാൻസ് ക്ലാസ്സിന് പോകാൻ ഇഷ്ടമാണ്. താങ്ക് യു. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ടീച്ചർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എന്തെങ്കിലും തെറ്റിച്ചാൽ കുറേ നേരം അരമണ്ടലിരുത്തുമായിരുന്നു. ഈ അരമണ്ടലിരിക്കൽ സുഖമുള്ള പരിപാടിയാണോ ഡാൻസേഴ്സ്? നോ. എൻ്റെ ടീച്ചർ ഒരു അരമണിക്കൂറൊക്കെ ഞങ്ങളെ അരമണ്ടലിരുത്തും തെറ്റിച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാൻ എന്ത് ചെയ്യും? അതുപോലെ തിരിച്ചു പോരും, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോരും. എൻ്റെ അച്ഛൻ എന്ത് ചെയ്യും? ഒരു വടിയെടുത്ത് അതുപോലെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടും. നിവർത്തിയില്ല, വേറെ നിവർത്തിയില്ല. ഓക്കെ, അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടമില്ലാതെ ഡാൻസ് പഠിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഡാൻസ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ നടക്കുമ്പോഴും ഞാൻ ഇരിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുമ്പോഴും ഞാൻ ക്ലാസ്സിൽ സ്കൂളിലിരിക്കുമ്പോഴും ഒക്കെ എൻ്റെ കൈയും കാലും അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇനി ഡാൻസ് വിടുന്നില്ല. പക്ഷെ ബുദ്ധിമുട്ടാണ് അല്ലേ? ഡാൻസേഴ്സിന് അറിയാം, അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന അച്ഛനമ്മമാർക്ക് അറിയാം എത്രത്തോളം പൈസ വേണം ഇതിനെന്ന്. ഒരു കലോത്സവം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ നല്ല കോസ്റ്റ്യൂം വേണം, നല്ല മേക്കപ്പ് വേണം, നല്ല അധ്വാനം വേണം, എല്ലാവരെയും വിളിക്കണം, ഓർക്കസ്ട്രക്കാരെ വിളിക്കണം, അവർക്ക് പൈസ കൊടുക്കണം. ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു വളരെ സാധാരണ ഫാമിലി, അങ്ങനെ പറയാൻ പാടുമെന്നറിയില്ല, പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ വളരെ സാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ച ആളാണ്. എൻ്റെ അച്ഛന് കൃഷിയായിരുന്നു, അച്ഛൻ കർഷകനായിരുന്നു. ആ കൃഷിയിൽ നിന്നാണ് ജീവിതം പടുത്തുയർത്തിയത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട്, പലപ്പോഴും പൈസ ഉണ്ടാവില്ല, പഠിപ്പിക്കണവർക്ക് പൈസ കൊടുക്കണ്ടേ, നമുക്ക് വന്ന് ഓർക്കസ്ട്ര വായിക്കണവർക്ക് പൈസ കൊടുക്കണ്ടേ, അതിനൊന്നും വഴിയില്ലാതെ പല സ്ഥലത്തുനിന്നും കടമൊക്കെ മേടിച്ചിട്ടാണ് അച്ഛൻ എന്നെ ഇതിലേക്ക് പുഷ് ചെയ്ത് വിട്ടത്. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛൻ തന്ന ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ട്. എവിടെ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായാലും എന്നെ കാണാൻ കൊണ്ടുപോകുമായിരുന്നു. നിങ്ങൾക്ക് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള പേര് കേട്ടിട്ടുണ്ടോ? ഡാൻസിലെ വലിയ ഒരു ഗുരുവാണ് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം. മാമിൻ്റെ പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും അച്ഛൻ എന്നെ അത് കാണാൻ കൊണ്ടുപോകായിരുന്നു. ശോഭന മാം എല്ലാവർക്കും അറിയാം, ശോഭന മാമിൻ്റെ പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ കാണാൻ കൊണ്ടുപോകായിരുന്നു. ചിത്ര വിശ്വേശ്വരൻ എന്ന് പറഞ്ഞ വലിയൊരു ടീച്ചറുണ്ട്, ആ ടീച്ചറിൻ്റെ പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ അച്ഛൻ എന്നെ കാണാൻ കൊണ്ടുപോകായിരുന്നു. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. വലിയ വലിയ ഗുരുക്കന്മാരെ കാണുക. അതുപോലെ ഗോപി ആശാൻ അറിയോ? എല്ലാവർക്കും അറിയാം. ആരാ ഗോപി ആശാൻ? കഥകളി ആചാര്യനാണ്. ആചാര്യന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം, ഗുരുവാണ് അദ്ദേഹം. ആചാര്യൻ്റെ കഥകളി ആചാര്യനായിട്ടുള്ള ഗോപി ആശാൻ്റെ കഥകളി കാണാൻ കൊണ്ടുപോകായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കലയിലേക്ക് എനിക്കൊരു കൂടുതൽ അടുപ്പമുണ്ടായത്. അതിന് കാരണം അച്ഛനും അമ്മയും തന്നെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രായമൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനോടൊരു ഇഷ്ടക്കുറവ് തോന്നും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇതിൽ ആരൊക്കെ വരയ്ക്കും? ചിത്രം വരയ്ക്കണവർ എത്ര പേരുണ്ട്? ഓക്കെ, ക്രിക്കറ്റ് കളിക്കണ എത്ര പേരുണ്ട്? ഫുട്ബോൾ കളിക്കണ എത്ര പേരുണ്ട്? വോളിബോൾ, ഖോഖോ, ഹാൻഡ്ബോൾ, ഹോക്കി,
റണ്ണിങ് റേസിൽ മത്സരിക്കുന്നവർ? ഓക്കെ, ഒരു കാർ റേസർ ആവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഫോർമുല 1 മത്സരിക്കണമെന്ന് തോന്നുന്ന ആണോ? അതാണോ സ്വപ്നം? വാവ്, ഒരുപാട് പേര്. അപ്പോൾ ഓരോരുത്തരുടെയും താങ്ക് യു, ഓരോരുത്തരുടെയും ഇഷ്ടം ഓരോന്നാണല്ലേ? അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവുക. അപ്പോൾ പൊതുവേ ഡാൻസ് കളിച്ച് അങ്ങനെ നടന്നിരുന്ന എനിക്ക് എപ്പോഴൊക്കെയോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പൈലറ്റ് ആവണമെന്ന്. ആണോ? എയർ ഹോസ്റ്റസ് ആവണം. യെസ്, അതെങ്ങനെയോ വന്ന ആഗ്രഹമാണ്, എനിക്ക് പോലും അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് 1 വർഷം മുമ്പാണ്. 1 വർഷം മുമ്പാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് ഞാൻ തന്നെ അറിഞ്ഞത്. കാരണം അത്രത്തോളം ഈ ഡാൻസ് എന്നെ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാൻസിനെ വേണ്ടാന്ന് വെച്ചു. ഡാൻസിനെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ദുബായിൽ പോയി ജോലിക്ക് പോയി. അപ്പോഴാണ് ഈ റേഡിയോ ഏഷ്യയിൽ RJ ആയിട്ട് ഞാൻ ജോലി ചെയ്തത്. അവിടെ ഒരു 3 മാസം ജോലി ചെയ്തപ്പോഴേക്കും എനിക്ക് വീണ്ടും പഴയ അസുഖം തുടങ്ങി. എൻ്റെ കൈയും കാലും വെറുതെ ഇരിക്കാത്ത അസുഖം തുടങ്ങി. എനിക്ക് മടിയായി, എനിക്ക് അവിടെ ജോലി ചെയ്യണം. കാരണം അങ്ങനെ ഒരു സ്ഥലത്ത്, ദുബായ് പോലെ ഒരു സ്ഥലത്ത്, റാസൽ ഖൈമ കുറച്ചുള്ളിലാണ്, അങ്ങനെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ വേറെ ഒരു ആക്ടിവിറ്റിയും ഇല്ല. സോ ഐ ഹാഡ് എ വെരി ബിഗ് സ്ട്രഗിൾ. മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായി ഞാൻ. പക്ഷെ അപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നില്ല എനിക്ക് വേണ്ടത് ഡാൻസാണ് എന്നുള്ളത്. എനിക്ക് അവിടെ പറ്റുന്നില്ല, ഞാൻ അവിടെ ഹാപ്പി ആയിരുന്നില്ല. സോ ഞാൻ തിരിച്ചു വന്നു. വീണ്ടും റേഡിയോ ജോലി തന്നെയാണ്. അപ്പോൾ മാസത്തിൽ നല്ല ശമ്പളമുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയപ്പോൾ ഞാൻ കുറച്ചൊക്കെ ആയി. പക്ഷെ വീണ്ടും ഈ പ്രശ്നം വന്നു. റേഡിയോ മാംഗോയിൽ ഞാൻ രാവിലെ 4 മണിക്ക് ജോലിക്ക് പോയാൽ രാത്രി 10 മണിക്കാണ് വീട്ടിലെത്തുക. പുറമേക്ക് കാണുമ്പോൾ നല്ല സുഖമുള്ള ജോലിയാണ് അല്ലേ? മൈക്കിൻ്റെ മുമ്പിലിരുന്ന് നമുക്ക് വായിൽ തോന്നിയത് വിളിച്ച് പറയാം എന്ന് പറയുന്ന ഒരു ജോലിയാണ്. പക്ഷേ അതിനത്ര ഗ്ലാമറില്ല. ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്ന, ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ ചേട്ടന്മാരോടും സിന്ധു മാമിനോടും ഒക്കെ ചോദിച്ചറിയാം, ഈ ഒരു TV-യുടെ ഗ്ലാമർ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഗ്ലാമർ എന്നൊക്കെ പറയുന്നത് പുറത്ത് കാണുന്നതല്ല, അതിൻ്റെ പുറകിൽ എത്ര അധ്വാനമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്. അതുപോലെ കഷ്ടപ്പാടായിരുന്നു റേഡിയോയിൽ വർക്ക് ചെയ്യാൻ. പക്ഷേ എൻജോയ് ചെയ്തിരുന്നു. അവസാനം മനസ്സിലായി അതല്ല, ദാറ്റ്സ് നോട്ട് മൈ റൂട്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ആ റൂട്ട് വിട്ടു. ആ സമയത്ത് B.Ed ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ അതൊരു വെറുതെ ഒരു ആവേശത്തിന് ചെയ്തതാണ്. ചെറുപ്പത്തിൽ നമ്മളോട് ചോദിക്കില്ല എന്താവാൻ ആഗ്രഹം എന്ന്. അന്ന് ഞാൻ പൈലറ്റ് ആവണം എന്നല്ല പറഞ്ഞത്, ഞാൻ ടീച്ചർ ആവണം എന്നായിരുന്നു പറഞ്ഞത്. എനിക്ക് പക്ഷെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനു വേണ്ടിയായിരുന്നു അത് എന്നുള്ളത്. അത് കഴിഞ്ഞ് B.Ed ചെയ്തു. B.Ed ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയെങ്കിലും റേഡിയോ മാംഗോന്ന് പോരണം. എന്ത് പറഞ്ഞിട്ടാ പോരാ? അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 2007 വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു 8, 9, 2010 ഞാൻ മനസ്സിലാക്കി എനിക്കതല്ല വേണ്ടേ. ഞാൻ കഷ്ടപ്പെട്ടു. വീട്ടിൽ പറയാൻ പേടിയാണ്. കാരണം അന്നത്തെ കാലത്ത് 25,000-ൽ മുകളിൽ ശമ്പളം ഉണ്ടായിരുന്നു. ഇന്നതൊരു വലിയ ശമ്പളമല്ല, അന്ന് അത് വലിയൊരു ശമ്പളമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ശമ്പളമാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി എനിക്ക് ടീച്ചിങ്ങിലേക്ക് വരണം എന്നായിരുന്നു ആഗ്രഹം. വീട്ടിൽ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറയും? നോ പറയും അല്ലേ? അച്ഛനമ്മയും പറഞ്ഞു വേണ്ട, എന്ത് ധൈര്യത്തിൽ ഇറങ്ങണേ എന്ന് ചോദിച്ചു. കാരണം ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സ്ഥലത്ത് എനിക്ക് അവർ ഓഫർ ചെയ്ത ശമ്പളം 8,500 രൂപയാണ്. 25,000-ൽ നിന്ന് നേരെ ജടയെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും എന്താ ഉണ്ടാവുക? പ്രമോഷൻ ഉണ്ടാവുക, പൈസ കൂടിയാണ് കിട്ടുക. പക്ഷെ എനിക്ക് നേരെ 8,500-ലേക്കാണ്. അമ്മ അച്ഛനും പറഞ്ഞു എന്ത് ധൈര്യത്തിലാണ് ചെയ്യണേ. പക്ഷെ ഞാൻ റിസ്ക് എടുത്തു. ഞാൻ ഇറങ്ങി ഞാൻ ടീച്ചിങ്ങിലേക്ക് കയറി. കുന്നംകുളത്ത് ഹോളി ക്രോസ് എന്ന് പറയുന്ന ആർത്താറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെയാണോ പഠിക്കണേ? കണ്ടോ വീണ്ടും ഹോളി ക്രോസ്. ഹോളി ക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. യെസ്. എവിടെയാ പോണത്? അതെവിടെയാ?
കുന്നംകുളത്ത്. ഓക്കെ, സംസാരിക്കാനാ? എനിക്ക് ഫെറാറിയുടെ F1 കാർ ഓടിക്കാൻ ഇഷ്ടം. ദാ അവിടെ ആരോ ഇരിക്കുന്നുണ്ട് അതേപോലെ ഇഷ്ടത്തിൽ അല്ലേ? എനിക്കറിയാന്നുള്ളതിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു സ്പോർട്ടിങ് ഐറ്റമാണ് ഈ F1 എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അത് ആ ഒരു മേഖലയിൽ നിൽക്കുന്നവർ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാര്യം അവർ അത്രയും റിസ്ക് എടുത്താണ് നിൽക്കുന്നത്. ഒരു മൈന്യൂട്ടായിട്ടൊരു ചെറിയൊരു ഇത് വന്നാൽ അവർ ആ ഒരു ഫുള്ള് പോകുന്നുള്ളതാണ്. അത്രയും ശ്രദ്ധിച്ച് ചെയ്യുന്ന റിയലി അപ്രീഷിയേറ്റ്. ഫ്യൂച്ചറിലേക്ക് ഇപ്പോഴേ അപ്രീസിയേഷൻ കിട്ടി. മോൻ്റെ പേരെന്താ? റാം പറഞ്ഞതുപോലെ റാം റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് ഇപ്പോഴേ പറയാണ്, ഫെറാറി ഓടിക്കാനായിട്ട്, ഫോർമുല 1 കാർ ഓടിക്കാനായിട്ട്. അതുപോലെ ഞാൻ റിസ്ക് എടുത്തു. 25,000 രൂപ ശമ്പളത്തിൽ നിന്ന് 8,500 രൂപ ശമ്പളത്തിലേക്ക് വരാനായിട്ട് വലിയൊരു റിസ്ക് എടുത്തു. അങ്ങനെ അവിടെ ജോലി ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത സ്കൂളിലേക്ക് മാറി, ദേവമാതാ CMI സ്കൂളിൽ മാറി. ഞാൻ അവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അവിടെ കയറിയപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ശമ്പളം കിട്ടി. 8,500 കുറച്ചുകൂടി മുകളിലേക്ക് ഒരു 11,000-12,000 ശമ്പളം കിട്ടി. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. പറയുമ്പോൾ പൈസ കുറവായിരുന്നെങ്കിലും എനിക്ക് എന്നും നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ? ഒബ്വിയസ്ലി നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് കുട്ടികൾ, എൻ്റെ സ്വന്തം മക്കളായിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കുട്ടികളും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനായിരുന്നു എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത്. ഇന്നും ഇത്രയും വർഷത്തിന് ശേഷവും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ മാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വരും. ചിലപ്പോൾ പുറം നാട്ടിൽ പോകുമ്പോഴായിരിക്കും, പ്രോഗ്രാമിന് പോകുമ്പോഴായിരിക്കും, ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രോഗ്രാമിന് പോകുമ്പോഴായിരിക്കും, ചിലപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും. അങ്ങനെ വന്ന് ഓരോ മക്കളും പറയുന്ന സമയത്തുണ്ടാവുന്ന സന്തോഷം അത് വളരെ വലുതാണ്. ജീവിതത്തിൽ കിട്ടുന്ന ഒരു എന്താ പറയുക, അഭിമാന നിമിഷമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സോ ടീച്ചിങ് ഹാസ് ഗിവൺ മീ ബ്യൂട്ടിഫുൾ ഇൻസൈറ്റ്സ്. എന്നെ തന്നെ ഉള്ളിലേക്ക് നോക്കിക്കാണാൻ റേഡിയോ മാംഗോ എനിക്ക് കുറേ എക്സ്പോഷർ തന്നിട്ടുണ്ട്. മീഡിയ എനിക്ക് ഒരുപാട് എക്സ്പോഷർ തന്നിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് എനിക്ക് തന്നത് എൻ്റെ ഉള്ളിലേക്ക് എന്നെ നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയായിരുന്നു ശരിക്കും പറയാച്ച. അപ്പം അതുകൊണ്ട് ടീച്ചിങ്ങിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹാപ്പി ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഓഫർ വരികയാണ്. ഒരു ചാനലിൽ ഒരു സീരീസ് വരാൻ പോകുന്നു, മറിമായം എന്ന് പറയുന്ന ഒരു സീരീസ്. അവരതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിലേക്ക് അവർക്കൊരാളെ വേണം. അപ്പോൾ എന്നെ വിളിക്കുന്നത് ജയരാജൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ആ പ്രോഗ്രാം ഞാൻ 1.5 വർഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ. 2013 I've got the first chance to act in a movie. ആമേൻ എന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് വന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി സാറിൻ്റെ ഡയറക്ഷനിലുള്ള ആമേൻ എന്ന് പറയുന്ന മൂവി. പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർക്കണം, ഞാൻ ടീച്ചറാണ്. അപ്പോൾ ടീച്ചിങ് ജോലി വിടേണ്ടി വരും. ഈ ആങ്കറിങ്ങും അതുപോലെ സിനിമയും ചെയ്യണമെങ്കിൽ ടീച്ചിങ് ജോലി വിടേണ്ടി വരും. ബിക്കോസ് കുറേ ദിവസം ലീവ് എടുക്കണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇല്ല ഞാൻ അഭിനയിക്കുന്നില്ല. എൻ്റെ ഫസ്റ്റ് വേർഡ് അതായിരുന്നു. എന്നിട്ട് ഞാൻ പൈസയൊക്കെ കൂട്ടി പറഞ്ഞു, എനിക്ക് ഇത്ര പൈസ കിട്ടിയാലേ ഞാൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ദെൻ ലിജോ ജോസ് പല്ലിശ്ശേരി, അദ്ദേഹം ഹി സെൻഡ് മീ എ ടെക്സ്റ്റ്. ഒരു നല്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമാവണം രചന എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്ലീസ് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ അത്രയും വലിയൊരു ഡയറക്ടർ, യു നോ അല്ലേ, അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഒരു ഡയറക്ടർ പറയുമ്പോൾ തള്ളിക്കളയാൻ തോന്നിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്ത സിനിമയാണ് ആമേൻ. ആമേൻ സിനിമ കണ്ടിട്ടുണ്ടോ? ഫഹദ് ഫാസിലിൻ്റെ സിനിമ. യെസ്, ഫഹദ് ഫാസിലിൻ്റെ സിനിമ വളരെ നല്ലൊരു മൂവിയാണ്. പക്ഷെ അതിന് ശേഷം എനിക്കൊരു ഓഫർ വന്നു. ആമേനിൽ ഞാൻ ഫഹദ് ഫാസിലിൻ്റെ സിസ്റ്ററായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. വെരി സ്ട്രോങ്, വെരി ബബ്ലി ക്യാരക്ടർ. എടുത്തടിച്ച പോലെ എല്ലാവരോടും മറുപടി പറയുന്ന, ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടായിരുന്നു, ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു അതിൽ അഭിനയിച്ചത്. ബട്ട് എ വെരി പ്രോമിനൻറ്റ് റോൾ ടുവേർഡ്സ് എ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഈ ക്യാരക്ടറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞോട് കൂടിയിട്ട് എനിക്കൊരു ഓഫർ വരികയാണ്. നമ്മുടെ സ്വന്തം തൃശ്ശൂരിൻ്റെ അഭിമാനമായിട്ടുള്ള സത്യൻ അന്തിക്കാട് സാറ്
സാറിൻ്റെ മരുമകനായിട്ടുള്ള ദീപു അന്തിക്കാട് സാറിൻ്റെ ഒരു മൂവി വരാൻ പോണു, അതിലേക്ക് ഒരു ക്യാരക്ടറിന് ആവശ്യമുണ്ട് എന്നിട്ട്. അപ്പോൾ സത്യൻ അന്തിക്കാട് സാറിൻ്റെ മകൻ ഒരു ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, ICU എന്ന് പറഞ്ഞ ഷോർട്ട് മൂവി. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ അഭിനയം കണ്ടിട്ട് അവർ ഓക്കെ ആയിട്ടാണ് എന്നെ വിളിക്കുന്നത്. ആൻഡ് ആ മൂവിയാണ് ലക്കി സ്റ്റാർ. എന്നോട് വന്നപ്പോൾ ചോദിച്ചില്ലേ ലക്കി സ്റ്റാർ. ലക്കി സ്റ്റാറും മനോരമ മാക്സിൽ കാണാറുണ്ട്. ഒരു കുട്ടി കുഴിയിൽ വീണിട്ട് ആ പിക്ചറൊക്കെ ഞാൻ കാണാറുണ്ട് ആ സമയത്ത്. താങ്ക് യു. ഇപ്പോഴും ലക്കി സ്റ്റാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, മനോരമ മാക്സിൽ ആ മൂവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2013 വിത്ത് ജയറാമേട്ടൻ. ജയറാം സാർ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, വളരെ വലിയൊരു കലാകാരനാണ്, ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ തുടങ്ങിയ ഒരു പ്രയാണം, ആമീനിലൂടെ ലക്കി സ്റ്റാറിലൂടെ അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു പ്രയാണം ഇന്ന് ഇപ്പം എന്നോട് ചോദിച്ചാൽ ലാസ്റ്റ് മൂവി ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആറാട്ട്. ലാലേട്ടൻ്റെ കൂടെയുള്ള ആറാട്ട്, നെയ്യാറ്റിങ്കര ഗോപൻ്റെ ആറാട്ട് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ അവസാനം ചെയ്തത്. ആക്ച്വലി റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ മൂവി ഒന്നും ചെയ്തിട്ടില്ല, ടു ബി വെരി ഫ്രാങ്ക്. അതിനൊരു റീസൺ ഇതാണ്, അവിടെയും ഞാൻ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആക്ച്വലി ഞാൻ എനിക്ക് വരുന്ന എല്ലാ റോളുകളും ചെയ്യുന്നില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ടൈപ്പ് കാസ്റ്റഡ് എന്ന് പറയും. ഞാനിപ്പോൾ ഇന്നൊരു റോള് ചെയ്താൽ അടുത്ത് വരുന്ന ഒരു സിനിമ, ആ സിനിമയിൽ അന്ന് ചെയ്ത പോലത്തെ ഒരു റോളുണ്ട് കേട്ടോ, അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ജനറലി ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ആസ് എൻ ആക്ടർ എനിക്കത് വേണ്ട. എനിക്കെന്താ വേണ്ടത്? ഇന്നലെ ഞാൻ സ്കൂട്ടർ ഓടിച്ചാൽ നാളെ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കണം, മറ്റന്നാൾ ഞാൻ കാർ ഓടിക്കണം, അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ ബസ് ഓടിക്കണം, പിന്നെ ലോറി ഓടിക്കണം, JCB വരെ ഓടിക്കണം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ F1 ഓടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കും അല്ലേ. നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. എന്നും നിന്നോടത്ത് നിൽക്കാൻ പറ്റില്ല, അത് നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ്. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അതിന് ശേഷം ഞാൻ മൂവി ചെയ്തിട്ടില്ല. പക്ഷേ ഗോയിങ് ടു ഡു എ നെറ്റ്ഫ്ലിക്സ് സീരീസ്. ഇപ്പം നിങ്ങളെല്ലാവരും നെറ്റ്ഫ്ലിക്സും ആമസോണും പ്രൈം വീഡിയോ ഒക്കെ കാണുന്നവരാണ് അല്ലേ. സോ സൂൺ മേ ബി ഒരു വർഷം 1.5 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു സീരീസിൽ കാണാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ജസ്റ്റ് സൈൻ ദ കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. പക്ഷേ ഇത് മാറി നിൽക്കാൻ ഒരു കാരണം ഇതാണെങ്കിൽ മറ്റൊരു കാരണം PhD ആണ്. ഞാൻ ഡാൻസിൽ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മോർ ഓവർ ഡാൻസിൽ അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു അഡ്ജങ്ക്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ഒരു പ്രൊഫസറായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പോൾ പാരലലി അതുകൊണ്ട് ഡാൻസ് വിട്ടിട്ടില്ല. ഡാൻസ് ഇസ് ഓൾവേസ് ദെയർ. ഡാൻസ് വിട്ട് നമുക്കൊരു പരിപാടിയില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ഇനിയിപ്പോൾ എനിക്ക് പൈലറ്റ് ആവാൻ പറ്റുമോ? അതെങ്ങനെയാ? ചിലപ്പോൾ ശ്രമിച്ചാൽ പറ്റും. ഓ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വയസ്സിനത് പറ്റുമോ? എനിക്ക് എത്ര വയസ്സായി? 40, 32, 50, 42. ഗൂഗിൾ ചെയ്ത് നോക്കിയോ? I'm 43. I'm born in 1983. I'm 43. 43 ഇയേഴ്സിൽ എനിക്കിനി പൈലറ്റ് ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണാറുണ്ട്. കണ്ടോ? താങ്ക് യു. ഡാൻസിൻ്റെ യെസ്, താങ്ക് യു. പക്ഷേ ചെറുകിടയായിട്ട് ഒരു ഹെലികോപ്റ്ററെങ്കിലും ഓടിക്കാൻ പറ്റിയാൽ സന്തോഷമല്ലേ അല്ലേ? യെസ്. ഒപ്പം ആഗ്രഹമാണ് ഹോഴ്സ് റൈഡിങ്. ഇവിടെ ഹോഴ്സ് റൈഡിങ് പഠിക്കണവരാരെങ്കിലും ഉണ്ടോ? എങ്കിൽ എനിക്ക് നിങ്ങളുടെ ഗൈഡൻസ് വേണം. ശരിക്കും ഐ നീഡ് യുവർ ഗൈഡൻസ്. എങ്ങനെയാണ് ഹോഴ്സ് റൈഡിങ് പഠിക്കുകയെന്ന്. ഇവിടെ നീന്താൻ അറിയണ ആൾക്കാരൊക്കെയാ? യെസ്, എനിക്ക് നീന്താൻ അറിയില്ല. പക്ഷെ നിങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. താങ്ക് യു. നിങ്ങളൊക്കെ പഠിക്കണം കേട്ടോ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് എത്ര പ്രായമായാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് യാതൊരുവിധ അതിർവരമ്പുകളും ഇടാൻ പാടില്ല. റാം നേരത്തെ പറഞ്ഞതുപോലെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയുന്ന ഒരു കാര്യമാണ്.
അല്ലേ? ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം. പാട്ട് ഇഷ്ടാണോ? പാട്ട് ഇഷ്ടമാണോന്നോ? ആ, ഇഷ്ടമാണ്. സിനിമാ ഗാനങ്ങള് എല്ലാം ഇഷ്ടമാണ് കേൾക്കാൻ. ഞാനൊരു പാട്ട് പാടട്ടെ. ആ, പാടുവോ? താങ്ക് യു. വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം 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 എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം ഒരു വയൽ പക്ഷിയായി പൂഞ്ചിറകിന്മേൽ ഉയരുന്നു ഞാൻ ഉയരുന്നു ഒരു മണിത്തന്നലായി താഴ്വരയാകെ തഴുകുന്നു നീ തഴുകുന്നു മണിമുഴം കുഴലിതാ കാടാകവേ സംഗീതം കുളിരിളം തളിരിതാ കാടാകവേ രോമാഞ്ചം വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം ഒരു മുളം തത്തയായി ഇളവേൽക്കുന്നു ഓരിലയിരില നുകരുന്നു ഋതുമതിപ്പൂവുകൾ താളമിടുന്നു ഹൃദയം താനേ പാടുന്നു മണിമുഴം കുഴലിതാ കാടാകവേ സംഗീതം കുളിരിളം തളിരിതാ കാടാകവേ രോമാഞ്ചം വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും സ്വപ്നങ്ങളും വാചാലം. വാചാലം സൂപ്പർ. താങ്ക് യു സോ മച്ച്. കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി ഓ. കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങി പോയി ആ. കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങി പോയി കാത്തിരുന്ന ചെമ്പരത്തി റാഞ്ചി കൊണ്ടുപോയി തെക്ക് 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 കൊണ്ട് ചെന്ന് വെച്ചേ സൂപ്പർ. റാമിന് ഫെറാറി ഓടിക്കാൻ മാത്രമല്ല, റാം ഒരു DJ ആവുന്ന കൂടെ എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? അവിടെ ഇരുന്ന് പാടുന്ന സമയത്ത് ഹി വാസ് ലൈക്ക് മൂവിങ് ദ ഡിസ്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടി. ബ്യൂട്ടിഫുൾ. താങ്ക് യു. യെസ് മാഡം, എൻ്റെ ഒരു ഡൗട്ടാണ്, ഞാൻ ജിജ്ഞാസ കൊണ്ട് ചോദിക്കുന്നതാണ്. ആ. സാധാരണ ഞാൻ അങ്ങനെ ആരെ കണ്ടിട്ടില്ല ഈ ഹോഴ്സ് റൈഡിങ് ഒരു ഇതായിട്ട്. കാരണം ഞാൻ ഇതൊരു അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള, എനിക്കങ്ങനെ ആരും അറിയില്ല. മാമിനെയാണ് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടത്. ഹോഴ്സ് റൈഡിങ്ങിന് താല്പര്യമാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഹോഴ്സ് റൈഡിനോട് ഒരു കമ്മം തോന്നാൻ കാരണം? യെസ്, ഹോസ് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രെങ്ത്തിനെയാണ് അല്ലേ? ഒരു മൈറ്റി ഹോസിനെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു എടുപ്പുള്ള ഒരു ഇത്. ആനയുടെ പുറത്ത് കയറാൻ പറ്റാത്തതുകൊണ്ടാണ്. ആനപ്പുറത്ത് കയറണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ്. ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. പക്ഷെ ഹോസിന് എപ്പോഴും ഒരു ഗാലപ്പിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുതിച്ചു ചാട്ടം അല്ലെങ്കിൽ ഒരു കുതിപ്പ് എന്നുള്ളത്. സോ എനിക്ക് തോന്നുന്നത് അതായിരിക്കാം എന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ എൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി സർപ്രൈസിങ് ഫോർ മീ. 6 മാസം മുമ്പ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു നമുക്കൊരു കുതിരേനെ മേടിച്ചാലോ. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. വളരെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നല്ല അത്. പക്ഷേ യെസ്, ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പല രീതിയിൽ വരട്ടെ. മാം, ഒരു ഡാൻസ് നമുക്ക് വേണ്ടി കളിക്കോ? നിങ്ങൾ കളിക്കുമോ എൻ്റെ കൂടെ? ആ, നിങ്ങൾ കളിക്കുകയാണെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കാം. ഇവിടെ പാട്ടിട്ട് വന്നാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡാൻസ് കളിക്കാം. തീരുമ്പോൾ, കൺക്ലൂഡ് ചെയ്യുമ്പോൾ. യെസ്, എന്തെങ്കിലും അറിയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? ലക്കി സ്റ്റാറില് മറ്റേ സീനില്ലേ, ഒരു ലക്കി പൂവാഞ്ചെന്ന സീനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ലാസ്റ്റത്തെ ആ അല്ല, പൂവ് തരുന്ന സീൻ. ആ. യെസ്, എത്ര പ്രാവശ്യം കണ്ടു ലക്കി സ്റ്റാർ? ഞാൻ കുറേ പ്രാവശ്യം. ഞാനാ കൂടി ടാബ് സ്ഥിരമായി കളിക്കുമ്പോ ഞാൻ മൈൻഡ് ചെയ്യാറില്ല ചില സമയത്തൊക്കെ. അപ്പൊ അമ്മ പറയാറുണ്ട് ലക്കി സ്റ്റാർ ഒന്ന് കണ്ടോക്കണം. ഞാൻ ചെറിയ സീൻ മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ
Okay. ജയറാമിന്റെ പറ്റിയിട്ട് കുറെ ഓക്കെ കണ്ടു. ഓക്കെ. എനിക്ക് ആ സിനിമ ഇഷ്ടായിട്ടാ. എന്താ ഇഷ്ടാവാൻ കാരണം? കാരണം എന്ന് വെച്ചാല് ജയറാം ലക്കിയുടെ കടയിൽ ലക്കിയുടെ പേരിട്ടുണ്ട്. അത്രയും അടുപ്പമുണ്ട്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ആ. യെസ്. ഓക്കെ. മോന്റെ പേരെന്താ? റിച്ചാർഡ് ബെൻസൺ. റിച്ചാർഡ് എവിടെയാ പഠിക്കണേ? സെന്റ് ജോസഫ് മോളിൽ കുരിയച്ചിറ. ഓക്കെ. താങ്ക് യു സോ മച്ച്. പാടത്തിനോരത്തെ വീട്, ഓലമേനുള്ളൊരു വീട്, ആ കൊച്ചു സുന്ദര വീട്ടിൽ പൂനില പോലൊരു പൈതാലൊരു ദിനം പാടാവരമ്പിലെ പട്ടം പറത്തി കളിക്കേ, പെട്ടെന്നരികിലെ താമര പൊയ്തിൽ എന്തോ നൊടിക്കുന്ന ശബ്ദം എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു പുള്ളി വരാലിനെ കണ്ടു. പുള്ളി തന്നോർത്ത് ചെല്ലക്കിടാങ്ങളും നീണ്ടിട്ടൊടിക്കുന്ന കണ്ടു. ഇത്തിരി ദൂര കൈതക്കരികില ചെമ്പൻ വരാലിനെ കണ്ടു. ചെമ്പനും പുള്ളിയും ചെല്ലക്കിടാങ്ങളും നീണ്ടിട്ടൊടിക്കുന്ന കണ്ടു. ആശ്ചര്യം പോണ്ടുറാൽ പൈതൽ പിന്നെ അയ്യോ പാർപ്പുകളെന്നോ വിളിച്ചുകൂവി. അതു കേട്ടൊരു വനം ഓടിയെത്തി ക്ഷണം പാർപ്പിൻ്റെ നീർക്കങ്ങ് ചൂണ്ടയിട്ടു. പുള്ളിടന്നുള്ളം ഭയന്നുപോയി, മക്കളെ ഓർത്തു ഭയന്നുപോയി. പിന്നെ ആ ചൂണ്ടയിൽ ചാടി വെട്ടി മക്കൾക്കു വേണ്ടി പിടിഞ്ഞു വീണു. പിന്നെ ആ ചൂണ്ട കൊളുത്തിൽ വീണു, ചെമ്പൻ വരാളും പിടിഞ്ഞു വീണു. മക്കളാത്ര അനാഥർ കണ്ടവർക്കിരകളായി. അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നിശ്ചയം തീരുമീ പാർപ്പനെപ്പോൾ. ഇങ്ങനെ ചിന്തിച്ച പൈതൽ വേഗം അച്ചമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തി. വാവ്, സൂപ്പർ റിച്ചാർഡ്. മനസ്സിലായോ ഈ പാടിയ കവിത എന്തിനെ പറ്റിയാണ്? അച്ഛനമ്മമാരെ പറ്റി അല്ലേ? അച്ഛനും അമ്മയും ഉണ്ടെങ്കിലാണ് നമുക്ക് സ്ട്രെങ്ത് ഉള്ളത്. യെസ്. അങ്ങനെ എല്ലാവർക്കും താങ്ക് യു റിച്ചാർഡ്. എല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടി ഫാമിലി ആയിട്ട് അച്ഛനും അമ്മയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സായിട്ടും ബ്രദേഴ്സായിട്ടൊക്കെ ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. നമുക്ക് ഇനിയും കാണാം, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാം, സംവദിക്കാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസൊക്കെ അറിയിക്കൂ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഡാൻസ് കളിക്കണ്ടേ? രജനി ചേച്ചിയുടെ ഒപ്പം ഒരു ഡാൻസ് കൂടെ കളിച്ചിട്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് ഐ ഓൾസോ ഹാവ് വൺ ക്വസ്റ്റ്യൻ ഫോർ യു. ഞാൻ ആക്ച്വലി ലാസ്റ്റായിട്ട് കണ്ട മാമിൻ്റെ ഇവൻറ്റ് എന്ന് പറയുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അമൃതവർഷിണി എന്നുള്ള പ്രോഗ്രാം ആയിരുന്നു. ഐ ലവ്ഡ് ഇറ്റ്. ആ ഒരു പ്രൊഡക്ഷനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങൾ കണ്ടിട്ടോന്ന് അറിയില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രൊഡക്ഷൻ. അതിൽ മാം ഡയലോഗ്സ് പറഞ്ഞ് അഭിനയിച്ച് ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലീന വിഷയങ്ങൾക്ക് ഏറെ ആപ്റ്റായിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു അത്. 2 words about your അമൃതവർഷിണിയെ പറ്റി 2 വാക്ക്. ബിക്കോസ് ഹൗ ആർ യു മെയിൻറ്റെയിനിങ് യുവർ ബ്രെത്ത് ഈവൻ ആഫ്റ്റർ ഒരു രണ്ടോ മൂന്നോ ഡാൻസ് ഐറ്റം കഴിഞ്ഞിട്ടാണ് ഡയലോഗ് ഡെലിവറി ഉള്ള ആ ഒരു ഏരിയ വരുന്നത്. ഹൗ ആർ യു ഡൂയിങ് ദസ് മാം? എനിക്കും ഞാനൊരു ആക്ടറിന്ന് എന്നെ എല്ലാവരും വിളിക്കണേക്കാട്ടിലും എനിക്കിഷ്ടം ഒരു ഡാൻസറിന്ന് എല്ലാവരും വിളിക്കുന്നതിലാണ്. അതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട്. ആൻഡ് അബൌട്ട് ദ പ്രൊഡക്ഷൻ, മോള് സംസാരിച്ച പ്രൊഡക്ഷൻ, അതിൻ്റെ പേര് മൊൺസൂൺ അനുരാഗ എന്നാണ്. ഓക്കെ, മൊൺസൂൺ അനുരാഗ. നമ്മുടെ പ്രളയമുണ്ടായത് ഓർക്കുണ്ടോ? നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടോ അപ്പോന്ന് എനിക്കറിയില്ല. 2018 ജനിച്ചിട്ടുണ്ട്. വലിയൊരു പ്രളയമുണ്ടായി നമ്മുടെ നാട്ടിൽ. ആ പ്രളയമുണ്ടായ സമയത്ത് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അന്ന് നമ്മൾ കുറേ രക്ഷാപ്രവർത്തനങ്ങളും വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും അതൊക്കെ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക്
ഇതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നിന്നാണ് മോൺസൂൺ അനുരാഗ ഉണ്ടായത്. പക്ഷെ ഞാനൊരു കുച്ചിപ്പുടി ഡാൻസറാണ്. ആ കുച്ചിപ്പുടി ഡാൻസറിൻ്റെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട്, ഒരു ക്ലാസിക്കൽ ഡാൻസറിൻ്റെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട് ഇവിടെ. എസ്പെഷ്യലി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേച്ചറിനെയാണ് ആരാധിക്കുന്നത്, നമ്മുടെ പ്രകൃതിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് കൂടുതലും. ആ പ്രകൃതി ആരാധനയുടെ ഭാഗമായിട്ടാണ് ഓരോ കോൺസെപ്റ്റുകളും വന്നത്. ഇപ്പോൾ കൃഷ്ണനായാലും ദേവി ആയാലും പരമശിവനായാലും ഇന്ദ്രനായാലും ഇതൊക്കെ ഓരോ ആശയങ്ങളാണ്, നമ്മളുടെ ഉള്ളിലെ ചിന്തകളെ ഉണർത്താൻ വേണ്ടി തരുന്ന ആശയങ്ങളാണ്. അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രൊഡക്ഷനാണ് മോൺസൂൺ അനുരാഗ. അതിൽ ഞാറ്റുവേല എന്ന് കേട്ടിട്ടുണ്ടോ? ഞാറ്റുവേല കേട്ടിട്ടുണ്ടോ? കുറവായിരിക്കും. നമുക്ക് ഞാറ്റുവേലകളാണ് മഴ കൊണ്ടുതരുന്നത്. ഓരോ ദിവസം ഇന്ന ഞാറ്റുവേല, ഇന്ന സമയത്ത് തിരുവാതിര ഞാറ്റുവേല, ഇന്ന സമയത്ത് മകം ഞാറ്റുവേല, പൂരം, അങ്ങനെ ഓരോ നക്ഷത്രത്തിൻ്റെ പേരിലാണ്, സ്റ്റാഴ്സിൻ്റെ പേരിലാണ് ഓരോ ഞാറ്റുവേലകൾ ഉണ്ടാവുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ കൃഷി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് നക്ഷത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന, അതിൽ നിന്നാണ് മോൺസൂൺ അനുരാഗ തുടങ്ങിയത്. പിന്നെ അതിന്ന് ഒരു, ആസ് യു സെഡ്, ഒരു ഡ്രമാറ്റിക് പോർഷൻ. കുച്ചിപ്പുടി എപ്പോഴും ഒരു ഡ്രാമയാണ്. സോ അതിലൊരു ഡയലോഗ് പറയുന്ന പോർഷനുണ്ട്. അതിൽ വൃത്രാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഡാൻസ് ചെയ്യണതിനൊപ്പം നമ്മൾ ഞാൻ ആരാണ് എന്ന് പറയും. ഇപ്പോൾ രാവണനാണ് കഥാപാത്രം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ఏ పేరు చెప్పిదే ముల్లోకములు గడగడ వణుగును యక్ష കിന്നറ ഗന്ധർവ കിം പുരുഷ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഡയലോഗ് പറഞ്ഞിട്ടാണ് ചെയ്യുക ഡാൻസിൻ്റെ ഇടയിൽ. സോ വൃത്ര വാസ് വൺ ഓഫ് ദാറ്റ് ക്യാരക്ടർ. ആൻഡ് ബ്രെത്ത് കൺട്രോളിന് വാട്ട് ഹെൽപ്പ് മീ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അവർക്ക് എനിക്കൊന്നും ഐറ്റം കാണാത്തതുകൊണ്ട് ആഫ്റ്റർ ഒരിക്കലും കണ്ടിന്യൂസ്ലി ഒരു 20-25 മിനിറ്റ്സ് അങ്ങനെ നിന്ന് സ്റ്റേജിൽ കളിച്ചതിന് ശേഷം ഒരു കോഴ്സിലല്ലാണ്ട് സ്റ്റേജിൽ വന്നിട്ട് ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്കും ഐ എം ഷുവർ സ്റ്റേജിലിരുന്ന എല്ലാവരും യു ആർ ലൈക്ക് അമേസ്ഡ്. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഒന്ന് അണയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുകയോ ഒന്നുമില്ല. ഷി വാസ് ജസ്റ്റ് ലൈക്ക് ദെയർ. സോ എലഗന്റ് മാം. താങ്ക് യു സോ മച്ച്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് യു വാച്ച്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ മെൻഷനിങ് ഇറ്റ്. അത് നമ്മളൊരു കലയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫീൽഡ് ഓരോന്നാണ് അല്ലേ? ആ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്കതിനോട് ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ടാവും. ഒരു ജീവിതം തന്നെ അതിന് വേണ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവും. ആ മൊമെൻറ്റിൽ നമ്മൾ ആ ഒരു കർത്തവ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവുമോ അറിയില്ല. മേ ബി കുറച്ചുകൂടിയൊക്കെ എക്സ്പീരിയൻസ് വരുമ്പോൾ നിങ്ങളും അങ്ങനെ ആയി മാറും എന്നുള്ളതാണ്. ദിസ് ഇസ് നോട്ട് മൈൻ. കുച്ചിപ്പുടി ഒരു ഡ്രമാറ്റിക് ഫോമാണ്. വലിയ വലിയ ഗുരുക്കന്മാർ ഇത് ചെയ്തിരുന്നതാണ്. ഓരോ നാട് പോറും കടന്ന് പോയി അവിടെ ചെന്ന് കൃഷ്ണകഥകളെ പാടിക്കൊണ്ടിരുന്നതാണ് കുച്ചിപ്പുടി എന്ന് പറയുന്ന ആർട്ട് ഫോം. ഐ എം ജസ്റ്റ് എ ഫോളോവർ, ഐ എം നത്തിങ് എൽസ്. ആ ഗുരുക്കന്മാർ ചെയ്തു വെച്ചിട്ടുള്ളത് ഞാൻ ഫോളോ ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് മോൺസൂൺ അനുരാഗ ഒബ്വിയസ്ലി നമുക്ക് പ്രകൃതിയോട് നമ്മൾ എത്ര അടുത്തായിരിക്കുന്നോ അല്ലെങ്കിൽ എത്രത്തോളം പ്രകൃതിയെ നമ്മൾ ബഹുമാനിക്കുന്നോ അത്രത്തോളം പ്രകൃതി നമുക്ക് നല്ലതായിട്ട് തിരിച്ചു തരും. അതാണ് ആ ഒരു പ്രൊഡക്ഷൻ്റെ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ്. താങ്ക് യു സോ മച്ച്.